ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു നോമ്പിൻ്റെ പ്രിപ്പറേഷൻസാണ് ഗൈസ് കാണാൻ പോകുന്നത്. അങ്ങനെ അതാ നമ്മൾ ചെന്ന പാടെ ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കിച്ചണിൽ കയറി പിന്നെ ആകെ വൈകിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം തന്നെ ഞാൻ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് മുട്ട ബജ്ജി സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ നമ്മുടെ പാല് കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 1.25 പാക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കസ്റ്റാർഡ് റെഡിയാക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ഇടയിൽ അയറമോൾ പേരൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴേക്കും പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ പഞ്ചസാരയിൽ നമ്മൾ നമ്മുടെ ടിന്നിലേക്ക് ആക്കിയിട്ട് തിളപ്പിക്കാൻ വെച്ച പാലിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ. നമ്മൾ കുറച്ചധികം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം തണുപ്പിച്ച് കഴിയുമ്പോഴേക്കും ഇപ്പം മധുരം ഒന്ന് കുറയും. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാലൻസ് ചെയ്ത് നിൽക്കൂട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കൂടുതൽ മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. തിള വരാറാകുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇത് അവിടെ നിന്ന് റെഡി ആവാം കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ നാരങ്ങ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വേഗം തന്നെ ജഗ്ഗിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ്. അങ്ങനെ അത് റെഡിയാക്കി ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ കസുകസ് വെള്ളത്തിലിടാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കസ്റ്റാർഡിലേക്കും അതുപോലെ നമ്മുടെ നാരങ്ങത്തിലേക്കും വേണ്ടിയിട്ട് അത് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ തണ്ണിമത്തൻ അങ്ങനെ ഷെയ്ക്കോ ജ്യൂസോ ഒന്നും സെറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇന്ന് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് നമ്മൾ കഴിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ സെറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം ഇന്ന് നമുക്ക് സമയമില്ല ഗൈസ്, ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആവാറായിട്ടുണ്ട് ഗൈസ്. പിന്നെ വേഗം തന്നെ അതൊക്കെ റെഡി ആക്കിയിട്ട് വേഗം അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേഗം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ട ബജിക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്യാണ്. മുട്ട ബജി ആക്കിയിട്ട് വേഗം അത് പൊരിക്കാനിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ചില്ലി ചിക്കനും പൊറോട്ടയാണ് ഗൈസ് സെറ്റ് ചെയ്യുന്നത്. പൊറോട്ട മേടിച്ചിട്ടുണ്ട്. ചില്ലി ചിക്കന് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കനിലേക്ക് എല്ലാം ആഡ് ചെയ്ത് വേഗം തന്നെ അത് വറക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഗൈസ് നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ പെട്ടെന്നായിരുന്നു ഗൈസ് എല്ലാം സെർവ് ചെയ്ത് എല്ലാം ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോഴേക്കും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത് വെക്കുന്നതിൻ്റെ പകുതി അപ്പോഴേക്കും ബാങ്ക് കൊടുത്തു ഗൈസ്.